എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകാംക്ഷയോടെ മലയാള സിനിമാ ലോകം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഈ വരുന്ന ഒക്ടോബർ 31 പ്രഖ്യാപിക്കും. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സിനിമാ അവാർഡുകൾ ഈ മാസം 31 പ്രഖ്യാപിക്കും. 36 സിനിമകളാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. പ്രാഥമിക ജൂറിയുടെ പരിഗണനയിൽ വന്ന 36 സിനിമകളുടെ അവസാനഘട്ട സ്ക്രീനിംഗ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നടൻ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ജൂറി കമ്മിറ്റി അവസാനഘട്ട സ്ക്രീനിംഗിൽ സിനിമകളെ വിലയിരുത്തുന്നത് മമ്മൂക്കയുടെ ബ്രഹ്മയുഗം, ഫെമിനിച്ചി ഫാത്തിമ, അകം, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച ചിത്രത്തിന് വേണ്ടിയുള്ള പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം നിർവഹിച്ച ബറോസ്, ലാലേട്ടൻ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രം മലക്കോട്ടെ വാലിബൻ തുടങ്ങിയ ചിത്രങ്ങളും അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ബറോസിലൂടെ ലാലേട്ടൻ പുതുമുഖ സംവിധായകനുള്ള അവാർഡ് നേടിയെടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ദേശീയ ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ ലാലേട്ടൻ മികച്ച പുതുമുഖ സംവിധായകനുള്ള അവാർഡ് ലഭിക്കാൻ ഇടയുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 2024 മികച്ച ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് പ്രഖ്യാപിക്കുന്നത്. തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പ്രഖ്യാപനം വൈകും. ഇത്തവണ 128 സിനിമകളാണ് അവാർഡ് കമ്മിറ്റിയിൽ എത്തിയത്. 2 കമ്മിറ്റികളാണ് ആദ്യഘട്ടത്തിൽ സിനിമകൾ തിരഞ്ഞെടുത്തത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനാകാനുള്ള ലേബലിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് മമ്മൂക്ക തന്നെയാണ്. സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ മമ്മൂക്കയുടെ പേരിൽ എല്ലാ സ്ഥാനത്തും മുൻപന്തിയിലുള്ളത് നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ്. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയതിനാണ് മമ്മൂക്ക ഈ കൊല്ലം സംസ്ഥാന അവാർഡ് നേടുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷ സിനിമാ പ്രേമികളും കരുതുന്നത്. അതേസമയം മമ്മൂക്കയുടെ കൊടുമൺ പോറ്റിക്ക് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ 2024 ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആസിഫ് അലി 2024 ഒരുക്കിവെച്ച 3 സിനിമകൾ, വ്യത്യസ്തമായ 3 സിനിമകളിലെ വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങൾ ഏറെ പ്രേക്ഷക കയ്യടി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസ്ഥാന അവാർഡിൽ അദ്ദേഹവും മികച്ച നടനാകാനുള്ള മത്സരത്തിൽ മമ്മൂക്കയുടെ താഴെ തന്നെയുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 31 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ കൊല്ലം മികച്ച നടനായത് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. അതിനു മുമ്പ് നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ മമ്മൂക്കയും അവാർഡ് നേടിയിരുന്നു. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ 2024 മികച്ച ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ആരായിരിക്കും മികച്ച നടനെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.